ഇറാന് നേരെയുള്ള ആക്രമണ പദ്ധതിയിൽ നിന്ന് പിന്മാറി അമേരിക്ക. ഖത്തർ ഉൾപ്പെടെ 3 ഗൾഫ് രാജ്യങ്ങൾ നടത്തിയ നയതന്ത്ര നീക്കം വിജയം കണ്ടതായി റിപ്പോർട്ട്. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള തിരിച്ചടി മുൻനിർത്തി ആക്രമണം മാറ്റിവെക്കാൻ ഇസ്രയേലും ആവശ്യപ്പെട്ടതായി US മാധ്യമങ്ങൾ. ഇറാൻ ഭരണകൂടത്തെ മറിച്ചിടാൻ പ്രക്ഷോഭകാരികൾക്ക് ശക്തിയില്ലെന്ന US വിലയിരുത്തലും ആക്രമണ പദ്ധതി ഉപേക്ഷിക്കാൻ കാരണമായി. കൂടുതൽ ഇറാൻ ഉദ്യോഗസ്ഥർക്ക് മേൽ US ഉപരോധം ഏർപ്പെടുത്തി. സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം ദുർബലമായതോടെ ഇറാനിൽ സുരക്ഷാ നടപടികൾ ശക്തമാക്കുകയാണ് സർക്കാർ വിഭാഗം. MCA നാസർ ചേരുന്നു. നാസർ, യുദ്ധഭീതിയായുന്നുണ്ട്. അമേരിക്കയെ പിന്നോട്ടടിക്കാനുണ്ടായ കാരണങ്ങൾ, സാഹചര്യം? തീർച്ചയായിട്ടും പിന്നിട്ട ദിവസങ്ങളിൽ രൂപപ്പെട്ടിരുന്ന ആ ഒരു യുദ്ധഭീതിയുടെ അന്തരീക്ഷം ഏറെക്കുറെ വലിയ തോതിൽ തന്നെ കുറഞ്ഞു എന്ന് വേണം അനുമാനിക്കാൻ. കാരണം ഇന്നലെ രാത്രിയോടുകൂടി തന്നെയാണ് ഒരു ആക്രമണ പദ്ധതി ഉപേക്ഷിക്കാനുള്ള ഒരു തീരുമാനം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് കൈക്കൊണ്ടത്. പക്ഷെ ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രഖ്യാപനമോ വിശദീകരണമോ ഈ ആക്രമണം നിർത്തിവെച്ചതുമായി ബന്ധപ്പെട്ട് ട്രംപിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ലഭ്യമാവുന്ന സൂചനകൾ പ്രകാരം തൽക്കാലം ഈ ആക്രമണ പദ്ധതിയിൽ നിന്ന് അമേരിക്ക പുറകോട്ട് പോവുകയാണ്. ഇതിന് പ്രധാനമായിട്ടും ചില കാരണങ്ങൾ, അടിസ്ഥാന കാരണങ്ങൾ എന്നത് ഗൾഫ് മേഖലയിലെ പല രാജ്യങ്ങളും അതിശക്തമായിട്ടുള്ള വിയോജിപ്പ് പ്രകടിപ്പിക്കുക മാത്രമല്ല, ഇത്തരമൊരു ആക്രമണം ഉണ്ടായാൽ അത് ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും. അത് മേഖലയിൽ അമേരിക്കയുടെ താല്പര്യങ്ങളെ വളരെ പ്രതികൂലമായിട്ട് ബാധിക്കുമെന്ന് 3 ഗൾഫ് രാജ്യങ്ങൾ അത് ശക്തമായിട്ട് അമേരിക്കൻ നേതൃത്വത്തെ ബോധ്യപ്പെടുത്തിയെന്നാണ് അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഒമാൻ, ഖത്തർ, അതോടൊപ്പം തന്നെ സൗദി അറേബ്യ, ഈ 3 രാജ്യങ്ങൾ നടത്തിയിരിക്കുന്ന അതിശക്തമായിട്ടുള്ള നയതന്ത്ര ദൗത്യത്തിന്റെ കൂടി വിജയമാണ് ഈ ഒരു സംഘർഷം ലഘൂകരിക്കാൻ ഇടയാക്കിയ പ്രധാന കാരണമെന്ന് വ്യക്തമാക്കുന്നു. അതോടൊപ്പം തന്നെയാണ് ഒരു ആക്രമണം നടത്തിയാൽ പോലും നിലവിലുള്ള ഇറാൻ ഭരണകൂടത്തെ മാറ്റുക എന്നത് അത്ര എളുപ്പമല്ല. കാരണം അത്രയും ശക്തമായിട്ടുള്ള ഒരു ഭരണകൂടം നിലനിൽക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഈ പ്രക്ഷോഭം വലിയ തോതിൽ തന്നെ ഏതാണ്ട് 18 ദിവസത്തിലധികമായിട്ട് ആ പ്രക്ഷോഭം നീണ്ടു നിന്നു എങ്കിൽ പോലും ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് വളരെ ശക്തമായിട്ടുള്ള ചില നീക്കങ്ങൾ അവസാന ഘട്ടങ്ങളിൽ നടന്നു. 10,000 ഭരണകൂടത്തിന് വേണ്ടി പ്രത്യക്ഷമായി തന്നെ രംഗത്തിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുമാത്രമല്ല, ഒരു കൃത്യമായിട്ടുള്ള ഒരു പ്രതിപക്ഷ നേതൃനിരയുടെ അഭാവം കൂടിയാണ് ഇത്തരമൊരു നീക്കത്തിൽ നിന്ന് പിന്തിരിയാൻ അമേരിക്കയെയും പ്രേരിപ്പിച്ചിരിക്കുന്നത്. ഇപ്പം വിമത നേതൃത്വമായിട്ടുള്ള റസാ പഹ്ലവി ഉൾപ്പെടെയുള്ളവർക്ക് വലിയ തോതിൽ ഇറാനിയൻ സമൂഹത്തിനുള്ളിൽ ഒരു സ്വാധീനമില്ല എന്ന തിരിച്ചറിവിലേക്കും അമേരിക്ക എത്തിച്ചേർന്നു. അതുമാത്രമല്ല, ഏറ്റവും കടുത്ത നടപടികൾ, തൂക്കിലേറ്റുന്നതും അതോടൊപ്പം തന്നെ ഈ പ്രക്ഷോഭകരെ കൊന്നൊടുക്കുന്നതുമായ നടപടികളിൽ നിന്ന് പിൻവാങ്ങാൻ ഇറാനും തീരുമാനിച്ചത് ഈ നയതന്ത്ര ദൗത്യം വിജയം കാണുന്നതിന്റെ തെളിവായി മാറി. ഏതായാലും റഷ്യയും ചൈനയും ഈ നിലവിലുള്ള സംഘർഷം ലഘൂകരിക്കപ്പെട്ടതിൽ വലിയ അവർ സ്വാഗതം ചെയ്തിട്ടുണ്ട്. റഷ്യൻ പ്രസിഡന്റ് ഇവിടെ ഈ ഗൾഫ് സഖ്യകക്ഷികളുടെ സമ്മർദ്ദത്തിനപ്പുറത്തേക്ക് ഇതിൽ ട്രംപിന്റെ തീരുമാനത്തിൽ, ഇല്ലെങ്കിൽ ഔദ്യോഗികമായിട്ട് നേരത്തെ MCA പറഞ്ഞതുപോലെ ഔദ്യോഗികമായിട്ട് അറിയിച്ചിട്ടില്ല, ട്വീറ്റൊന്നും ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ അതിനപ്പുറത്തേക്ക് നെതന്യാഹുവിന്റെ ഇടപെടൽ അത് എത്രത്തോളം ഉണ്ട് തീരുമാനത്തിന് പിന്നിൽ? അതിൽ അമേരിക്കൻ മാധ്യമങ്ങൾ നൽകുന്ന റിപ്പോർട്ടുകൾ പ്രകാരം നെതന്യാഹുവും ട്രംപും തമ്മിൽ ഇന്നലെ വൈകിട്ട് വിശദമായിട്ടുള്ള ഒരു ചർച്ച നടന്നിരുന്നു. ടെലിഫോൺ സംഭാഷണത്തിൽ പ്രധാനമായിട്ടും നെതന്യാഹു മുന്നോട്ട് വച്ചിരിക്കുന്ന വാദം, ഈ ഒരു പൊടുന്നനെയുള്ള ഒരു ആക്രമണം ഉണ്ടായാൽ തീർച്ചയായിട്ടും ഇറാന്റെ ഏറ്റവും ആദ്യം തിരിച്ചടി ലഭിക്കുന്നത് ഇസ്രായേലിനായിരിക്കും. അത്തരമൊരു തിരിച്ചടിയെ നേരിടാൻ തങ്ങൾക്ക് കുറെ കൂടി സാവകാശം വേണ്ടതുണ്ട്. പൊടുന്നനെ ഒരു പ്രത്യാക്രമണം ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ അതിനെ നേരിടാൻ നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ തങ്ങൾക്ക് പരിമിതിയുണ്ട്. അതുകൊണ്ട് കുറെ കൂടി സാവകാശം തങ്ങൾക്ക് ലഭ്യമാക്കണം എന്നാണ് നെതന്യാഹു അറിയിച്ചിരിക്കുന്നത്. കാരണം നേരത്തെ നടന്ന ആക്രമണത്തിൽ, ആ 12 ദിന യുദ്ധത്തിലും അതിശക്തമായിട്ടുള്ള ബാലിസ്റ്റിക് മിസൈൽ ആക്രമണമായിരുന്നു ഇസ്രായേൽ നഗരങ്ങൾക്ക് നേരെ നടന്നത്. അത് വലിയ തോതിൽ തന്നെ നാശനഷ്ടങ്ങൾ ഇസ്രായേലിൽ രൂപപ്പെടുത്തുകയും ചെയ്തിരുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ പൊടുന്നനെ ഒരു ആക്രമണം ഇറാന് നേരെ അമേരിക്ക നടത്തിയാലും പ്രത്യക്ഷമായിട്ട് അതിന്റെ ഏറ്റവും ശക്തമായിട്ടുള്ള തിരിച്ചടി ലഭിക്കാൻ പോകുന്ന ഇസ്രായേലിനായിരിക്കുമെന്ന് ഇറാൻ നേതൃത്വം നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. ഒരു സാഹചര്യത്തിൽ കുറെ കൂടി സമയമെടുത്തുകൊണ്ട് മാത്രം ഒരു ആക്രമണം ഇറാന് നേരെ നടത്തിയാൽ മതിയെന്ന് നെതന്യാഹു നിർദ്ദേശിച്ചു എന്നാണ് വിവിധ അമേരിക്കൻ ന്യൂയോർക്ക് ടൈംസ്, അതോടൊപ്പം തന്നെ ആക്സിയസ് ഉൾപ്പെടെയുള്ള അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ധന്യ.